Worship is not a program. നമ്മുടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചവനെ ആരാധിക്കും. And we all feel His presence and we are worshiping Him. ഹല്ലേലൂയ. Amen. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് അവന്റെ പ്രസൻസ് അറിയാൻ കഴിയും? How many of you could feel that presence of God here? ഹല്ലേലൂയ. Hallelujah. ആമേൻ. സ്തോത്രം. ദൈവത്തെക്കാൾ വലിയവരായ ആരും ഇതിനകത്തില്ല. There is no one greater than God at this place. എന്റെ ദൈവമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയത്. And our God is the God, the biggest in this universe. നമ്മളൊരു പൊടിയും കൃമിയുമാണ്. We are just dust and small അടുത്ത grains. നിമിഷം ഞാൻ ശ്വാസം പോയാൽ മണ്ണിലേക്ക് ചേരുന്ന മടങ്ങി വരാൻ കഴിയാത്ത വെറും മർത്തിയ ശരീരങ്ങളാണ്. We are just mortal bodies where if our breath goes out, it will not come back. Praise the Lord. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും. Our faith, hope, and it will increase only if we come close to God. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. We have to feel His presence each and every moment of our life. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്തോട് വേണ്ട ഏറ്റവും വലിയൊരു വാഞ്ച, The greatest desire we should have in our heart these days. അവൻ യേശുവിനെ എനിക്ക് അങ്ങേ സ്നേഹിക്കും. Jesus, I'd like to love you more. എല്ലാത്തിനേക്കാളധികം എനിക്ക് യേശുവിനെ സ്നേഹിക്കും. More than anything else, I'd like to love Jesus. അവൻ ഇന്നുവരെ നമുക്കത് കഴിഞ്ഞിട്ടില്ല. We couldn't do it so far. എങ്കിൽ എന്റെ യേശുവിന്റെ സ്നേഹം ഞാൻ ധാരാളം അനുഭവിക്കുക. But I realize His grace and love a lot. അതായത് എന്റെ അമ്മയുടെ ഉദരത്തിൽ തുടങ്ങിയ സ്നേഹമാണ്. And this love which started when I was in the womb of my അത് mother. ഇന്നുവരെ ഞാൻ അവന്റെ സ്നേഹം ധാരാളം അനുഭവിക്കും. And I've felt His love, a lot of love in my ഈ life. കിടക്കുന്ന ബെഡ് പോലും അവന്റെ സ്നേഹത്തിൽ നിനക്ക് ലഭിച്ചതാണ്. And the bed you are sleeping, that also you received because of His love. നീ പുറയ്ക്കുന്ന പുതപ്പ് അവന്റെ സ്നേഹത്തിൽ നിന്ന് ലഭിച്ചതാണ്. And the blanket you cover yourself, you receive it because of His എത്രയോ love. പേര് കടത്തിലൂടെ Now many people are sleeping in the roadside. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? What is the difference between us and them? നിനക്ക് ഇത് അനുഭവിക്കാനുള്ള യോഗ്യത എന്താ? What is the eligibility that you are having all these things? ഇന്നലെ വൈകിട്ട് എത്രയോ പേര് ആഹാരത്തിന് കൈകൊണ്ടിരിക്കുക. How many people might have begging for food last night? അവൻ എന്നാൽ നീ ധാരാളം കഴിച്ച് തൃപ്തിയോടെ ഇരിക്കുക. And you ate a lot and you are satisfied. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് നിനക്ക് ഇത് ലഭിച്ചത്? What is the eligibility in that you receive all these എത്ര things? പേര് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിക്കുന്നു. How many people, they don't have their shirt or any cloth to wear, എന്നാൽ നീ എത്ര മാന്യമായ വസ്ത്രം ധരിക്കണം. but you are clothed with good garments. നമുക്ക് പറയാൻ പറ്റും യേശുവേ നിന്റെ സ്നേഹമാണ്. Can you say that Jesus, your നിന്റെ love, സ്നേഹമാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാം. everything what I have in my life is because of your love. യേശുവേ അങ്ങനെ സ്നേഹിച്ചു. Jesus, you loved me. ഹല്ലേലൂയ. Hallelujah. അങ്ങയുടെ സ്നേഹത്തിൽ കൂടെ എനിക്ക് ലഭിച്ച നന്മകൾക്കായി സ്തോത്രം. And thank God, thank Jesus for the blessings you gave me in my life. എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Can you say such a word? അങ്ങനെ സ്നേഹിച്ചതുപോലെ God, because you loved, like you loved me, എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. but I couldn't love you like you loved me. Hallelujah. ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ സ്നേഹിക്കാൻ കഴിഞ്ഞോ? സ്നേഹിക്കാൻ കഴിഞ്ഞോ? Love Him. യേശുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞോ? You love Jesus. ആ Like you love സ്നേഹത്തിന്റെ Him. ആരാധന കഴിക്കാൻ കഴിഞ്ഞോ? Would you worship God in that love? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കരുത്. No one should be proud in the presence of God. നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. We are here because of the grace of God. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. With thankful heart, we should worship Him. അവർക്ക് ലജ്ജയുണ്ടാകരുത്. Without any shame, we should worship ഹല്ലേലൂയ. God. ദൈവം ഒരു നിമിഷം നമ്മെ മറന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാകും? If God forgets us for a moment, can you realize what will be our life? ഒരു നിമിഷം പോലും എന്റെ അപ്പനെ മറക്കാത്തത് കൊണ്ടാണ് ഞാൻ ജീവനോടെ. I'm here alive because God never forget me even for a single second. ജീവൻ മാത്രമല്ല, ഞാൻ ലജ്ജിക്കാതിരിക്കും. Because God,
I'm not ashamed because of എത്രയോ പേര് ഒരു നിമിഷത്തിനകം ലജ്ജിച്ചു പോയി. how many people who got ashamed. I know. Praise the എത്രയോ Lord. പേര് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. And with the split second, many people were abandoned or destroyed. ഹല്ലേലൂയ. Hallelujah. കാരണം പ്രതീക്ഷയോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മെയിൽ വരികയാണ്, 15 ദിവസത്തിനകം നിന്റെ ജോലിയിൽ നിന്ന് നിന്നെ Praise the Lord. Hallelujah. ഹൃദയത്തിന്റെ ചിന്ത എന്താ? And you're doing a job and you're getting a mail all of a sudden saying that in the next 15 days you have to leave this place. What will you Praise the Lord. Praise the Lord. എന്ത് Praise the Lord. ഗ്യാരണ്ടിയിലാണ് നിന്റെ ജീവിതം? What is the guarantee that you're leading this life? Putra. ഗ്യാരണ്ടി ഉണ്ടാകാം. No, there's no guarantee. എന്റെ യേശുവിനെ പിടിച്ചിട്ടുണ്ട്. But my Lord has hold my hand. അവന്റെ വലക്കരം എന്നെ പിടിച്ചിരിക്കുന്നു. His hand has hold me. ഇതേ ഉണ്ടാകും പ്രതീക്ഷ. This only, ഇതാണ് എന്റെ ധൈര്യം. that's my hope and my ഇതാണ് strength. എന്റെ പ്രത്യാശ. That's my hope. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless. സാക്ഷി പറയാൻ അധിക സമയമില്ല. തിരുമേശയുണ്ട്, ഓൺലൈൻ ഇരിക്കുന്ന ജോൺ 1:38 ഒക്കെ വായിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? മതി, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? കർത്താവിനെ അന്വേഷിക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നത്
ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. എല്ലാം ശ്രദ്ധിക്കണേ. Jesus liked those who seek him. അവൻ ഈ അന്വേഷിക്കുന്നവരുടെ അനുഗ്രഹം പെന്തക്കോസ്തുകാർക്ക് കിട്ടത്തില്ല. The blessing for the people who seek Pentecost will not release. അതാണ് ഞാൻ ഐപിസിക്കാർക്കോ ചർച്ചക്കാർക്കോ ഏജിക്കാർക്കോ സാരംകാർക്കൊന്നും ഈ അനുഗ്രഹം കിട്ടത്തില്ല. അവൻ അന്വേഷിക്കുന്നവർക്ക് കിട്ടും. The blessing will not the people, the IPC or the Assemblies of God, the denomination, the churches, they will not receive, but the people who seek God will receive the blessings. എന്ന് പറഞ്ഞാൽ ദൈവ സന്നിധിയിൽ വന്നാൽ ഇവിടെ ഞാൻ രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെ ഒന്നിനും പോകത്തില്ല. വളരെ ഡിസിപ്ലിനായി ഞാൻ ഇരിക്കുകയാണ്. ആമേൻ. നിനക്ക് കുഞ്ഞിനെ തന്നത്, നിനക്ക് ജോലി തന്നത്, നിനക്ക് ആരോഗ്യം തന്നത്, നിനക്ക് നന്മ തന്നതൊക്കെ ദൈവമാണ്. And I came this morning, I will not go anywhere else because it's the worship, the job you are given, the children which is given to you, everything is given by God. ദൈവ സന്നിധിയിൽ ഭയത്തോടെ ഇരിക്കണം. We should sit in the presence of God with great fear. ഇത് ക്ലബ്ബല്ല, ഇത് ബിസിനസ് സെന്റർ അല്ല. This is not a club, this is not a business center. ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. This is the place where the presence of God is here. ഇവിടെ നാം വരുന്നത് We come here. ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ We വേണ്ടി. have to feel His presence more and more. യേശു നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? And Jesus asked, "What are you seeking?" ഉടനെ അവര് പറയും, എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. And they are saying that we would like to know more. നീ എവിടെയാണ് പാർക്കുന്നത്? Where are you staying? യേശു പറഞ്ഞു, വന്ന് കാണാം. Jesus said, "You come and see." അവർ കൂടെ യേശുവിന്റെ കൂടെ അവർ പോയി. And they went together with Jesus Christ. ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. And one day He stayed with him. ആമേൻ. സ്വന്തം അവന്റെ സാന്നിധ്യം അറിഞ്ഞു. And they felt His അവനെ presence. കൂടുതൽ അനുഭവിച്ചു. And they felt Him more and more. അഖിലാണ്ടങ്ങളുടെ ഉടയവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. And He is the one who created the universe. നിന്നെ സൃഷ്ടിച്ചവൻ ഇവിടെ ഉണ്ട്. And He is the one who created this here. എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ ഉണ്ട്. When two or more people gather together in His name, I will be there in the midst. അവൻ അതിന്റെ സാന്നിധ്യം ഇന്ന് എത്ര പേര് അനുഭവിക്കുന്നു? How many of you are able to feel His presence here? അവന്റെ സാന്നിധ്യം കൂടുതൽ അറിഞ്ഞ എത്ര പേരുണ്ട്? How many of you seek Him and felt, and how much more He felt? കഴിഞ്ഞ ദിവസം എന്റെ കൂടെ യാത്ര ചെയ്ത് വന്ന അവർ കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. The other day, brother came together with me. They could able to feel more of His presence. അത്ഭുതങ്ങൾ കാണുകയാണ്. And there's so many miracles which happen in that presence. എത്ര പേര് അപകടത്തിൽപ്പെട്ട് കാലുകൾ ഓപ്പറേഷൻ ചെയ്ത് അവർക്ക് അറിയുന്നില്ല പിശാചാണ് ഇത് ചെയ്തത്. Many people went through some accidents. They have the legs operated, but many people they couldn't realize that Satan did this against them. അവൻ പിശാചാണ് ചെയ്തിരിക്കുന്നത്. Many things happened because of Satan. ഓപ്പറേഷൻ ചെയ്ത് കാലുകൾ കെട്ടി അവൻ വെള്ള തുണികൾ കൊണ്ട് കെട്ടി ഇരുന്ന കാലുകളിൽ നൃത്തം ചെയ്ത് ദൈവത്തിന്റെ ജനം ആരാധിക്കത്തക്കതായി അത്ഭുതമായ ദൈവശക്തിയോടെ ദൈവസാന്നിധ്യത്തിൽ വ്യാപരിച്ചത്. The people who went through operation, their leg was tied, but these people came to the meeting. They started worshiping God. They danced and worshipped God. Such miracles happened in that place. അവരെല്ലാം വില കൊടുത്ത് വരികയാണ്. They gave a prize and they came to the worship to seek Him. എന്താണ് ദൈവത്തെ അന്വേഷിച്ച് വരികയാണ്? Because they are coming to seek God. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ജനമേ, The people who are here today, എന്തിനാണ് ദൈവസന്നിധിയിൽ വന്നത്? why did you came to the presence of അവൻ God? ദൈവത്തെ അറിയാൻ കൂടുതൽ അറിയാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? How many of you are able to know or seek Him more? കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന എനിക്ക് യേശുവിനെ അധികമായി സ്നേഹിക്കണമെന്നാണ്. I mean, these days, this thought came to my mind. I would like to seek Him. I would like to love God more. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you desire? എനിക്ക് യേശുവിനെ അധികമായി സ്നേഹിക്കണം. I would like to love Jesus more than anything. ഇന്ന് രാവിലെ കൂടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എനിക്ക് യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. This morning I prayed to Him that Jesus, I would like to love you more. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ അതായിരിക്കട്ടെ ഏറ്റവും വലിയ ആഗ്രഹം. Let that be your biggest desire in your life. ഒറ്റവാക്യം ഞാൻ വായിക്കുന്നുള്ളൂ. The one verse I യേശയ്യാ പ്രവചനം Isaiah ആമേൻ 1-2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. verses 2 to 4. ആകാശമേ കേൾക്കാം. ഭൂമിയെ ചെവി തരിക. യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അടുത്ത വാക്ക്. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ,
അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണേ, We should listen very carefully. അല്ല അവരത് വായിക്കണ്ട. അവൻ രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, The second verse is written, ആകാശമേ കേൾക്കാം, hear, O heavens, ഭൂമിയെ ചെവി തരിക and give ear, O earth. എന്ന് യഹോവ അരുളിച്ചെയ്തു. And that's what Lord. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചതാണ്. And the heavens and earth is created by God. അവരെ സാക്ഷിയായി വിളിക്കുക. And they are asked for be a witness. നിങ്ങളത് കാണും, You just see, നിങ്ങളത് കേൾക്ക്. you listen. അവൻ ഞാൻ മക്കളെ പോറ്റി വളർത്തി. I nourished and brought up children. Praise the Lord. Hallelujah. Hallelujah. Amen. ഞാൻ മക്കളെ പോറ്റി വളർത്തി. I brought up children. സ്വതന്ത്രം ഞാൻ അവരെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മക്കൾ, ഒരുപാട് ജാതികൾ ഉണ്ടായിരുന്നു ഭൂമിയിൽ. There are many Gentiles were there in this എന്നാൽ earth. എവരോട് എനിക്ക് ദൈവത്തിന് ഇഷ്ടം തോന്നി. But for God mercy or love towards His അത് people. പ്രത്യേകം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. In the Old Testament, it is written very clearly. നിങ്ങളോട് പ്രിയം തോന്നി. I had grace upon you. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. I loved you. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കളെ, The children of God who are here today, നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ധാരാളം പേരുണ്ട്. you may be born in good families. നിങ്ങളുടെ കൂടെ പഠിച്ചവരുണ്ട്. There are many people who might have studied together with you. നിങ്ങളുടെ കൂടെ വളർന്നവരുണ്ട്. There are many people who got up together with you. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് ജനങ്ങളുണ്ട്. There are many people who are staying near to the place you live. പക്ഷേ എന്നെയും നിങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതയില്ല. What is the eligibility that God chose you and me? ഇന്ന് നീ ഇവിടെ സാക്ഷി പറഞ്ഞാലും പറയും, And if you would testify today, അവൻ എന്നെ ദൈവം അനുഗ്രഹിച്ചു. God blessed me ദൈവം എനിക്ക് നന്മകളാണ്. and God gave me blessings. പക്ഷേ കാരണം നമ്മൾ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. But it talks about we talk about God. അവൻ അതിനോട് വാക്കുകൾ ചേർക്കും. One more thing we'll add to that. I'm not eligible for this. ഞാൻ ഇതിനൊരു യോഗ്യനല്ല. There's no eligibility for me for അവൻ this. ഞാൻ പറയാറുണ്ട്, I used to say പക്ഷേ that. ഞാൻ ഇതിന് യോഗ്യനല്ല. I'm not eligible for ഇപ്പൊ this. ഞാൻ പുറത്തിന് സ്വതന്ത്രം പറയണോ? And I said that you have to thank God for the blanket which is given. ഞാൻ 1984 ഞാൻ ഡൽഹിയിലെ I was in Delhi in 1984. 82, 83 ഞാൻ ഡൽഹിയിൽ 83, 84 ഡൽഹിയിലുണ്ട്. 83, 85 I was in Delhi. ഡൽഹിയിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. The cold time, it is so cold in Delhi. എനിക്കൊരു പുറപ്പില്ലായിരുന്നു. I was no blanket to wear. എനിക്ക് പുറപ്പില്ലായിരുന്നു. എനിക്ക് ന്യൂമോണിയ പിടിച്ചു. Due to that, I got pneumonia. അപ്പൊ എനിക്ക് ന്യൂമോണിയ ഉണ്ടായി. Because in that cold climate, I got pneumonia. അപ്പൊ എനിക്ക് സ്വന്തമുള്ള ഒരാൾ എനിക്കൊരു പുറപ്പ്. One relative gave me a blanket. ഒരു പുറപ്പ് മാത്രമല്ല, Not only that, ഒരു രജായി one rajai also he gave. ഇതാണ് പുതയ്ക്കുന്ന ഒരു സാധനമാണ്. And that is the one we അപ്പൊ ഞാൻ ഇങ്ങനെ പാടത്തേക്ക് കൂടി പാടി ഇങ്ങനെ പുറത്ത് തന്നതും അതിന്റെ പറയാനുള്ള കാരണം ജീവിത അനുഭവങ്ങൾ, അതാണ് യേശുവിനോട് സ്നേഹം കൂട്ടണേ. And when I say about this blanket, we have thank for it. These are my living experiences. അപ്പൊ നമുക്ക് വേണ്ടിവരുന്നതാണ് Who gives us bed? അമ്മ ഇതാണെങ്കിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ അടുക്കി വെച്ചേക്കില്ലേ? We have now many bed sheets in our house. Hallelujah. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ ഞാൻ കിടക്കാൻ സ്ഥലം ഞാൻ ഒരു സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞതാണ്. And I was once actually I don't have place to sleep. I slept in a അതുകൊണ്ടാണ് step. നമ്മളെല്ലാം തികഞ്ഞ് ബുക്ക് പഠിച്ച് സാമ്രാജ്യം ഒന്നുമില്ല പാടുമ്പോൾ ഇവിടെ കണ്ടുതരാറുണ്ട്. ഒന്നുമില്ല നിങ്ങളെ ഉയർത്തിയ നിൻ സ്നേഹമോ Those who have the thankful heart, they will dance and worship. Power of God, Holy Spirit. Hallelujah. Amen. Hallelujah. Hallelujah. Amen. Amen. അവൻ ജനിച്ചപ്പോഴേ ഇതൊന്നും അനുഭവമില്ലാത്തവർക്ക് എങ്ങനെ കണ്ണീര് വരുന്നത്? If no one did have such an experience, tears will not come out. ചില വിവരമില്ലാത്ത അവരും അമ്മയും പറയും, Some foolish parents will say, ഞാൻ കൊച്ചു കഷ്ടപ്പെട്ട മക്കളെ the struggle which I went through, my children should not go through, and they will give more food to their children. നീ അനുഭവിച്ചതിനേക്കാൾ വലിയ കഷ്ടത്തിന് കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. But- അവൻ പഠിക്കട്ടെ. ഇത് ആരാണ്? അവനാരാ? അവന്റെ അവൻ ദൈവം നൽകുന്ന അനുഭവങ്ങൾ പഠിച്ചു വളർന്നതാണ്. Let them go through struggles in their life so that they know God. Let them go through such situations they can love God more and more. എനിക്കതുകൊണ്ട് എന്താ പറയുക, എല്ലാവരെക്കാൾ സ്നേഹം ആരോടാണ്? യേശുവിനോട്. So that I have more love than anyone else. I have love towards Jesus Christ. നിങ്ങൾക്ക് മക്കൾക്ക് ആരുടെ സ്നേഹം? നിങ്ങളോട് കാരണം നിങ്ങൾ അവരെ പോറ്റുന്നു, പുലർത്തുന്നു, നിങ്ങൾ അവരെ സുഖിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾ ആരെയാണ് അധികം സ്നേഹിക്കുന്നത്? Amen.
to love more Jesus Christ. നടത്തിയ വിധങ്ങളോർത്താ ഓ എന്നെ നടത്തിയ രാത്രി കണ്ടു നിന്റെ വീട് ആരാ വെച്ചേ? എന്റെ വാപ്പയോ? അത് മെയിൻ്റെനൻസിന് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നിനക്കാ. എനിക്ക് സ്വന്തരാജ്യം ദശാംശം നല്ല വിഷയം. ഡിസിപ്ലിൻ ഭയങ്കര. I don't care about the offerings or tithe or something, but discipline is very important for me. Hallelujah. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് കണക്കായിരിക്കുന്ന കാര്യങ്ങൾ. Everything should be very clear. സ്തോത്രം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരെ സ്നേഹിക്കേണ്ടത്? Our children should love whom? വീട്ടിൽ വെച്ച് പിള്ളേരുടെ കേൾക്കാൻ പറയുന്ന പോലെ ഇതെല്ലാം ദൈവം തന്നെയാണ്. And at the house, in front of your children, you should proclaim whatever you have is given by God. ഹല്ലേലൂയ. ഒരു പ്രാവശ്യത്തിൽ At least one time you should say in a day. എന്റെ ദൈവം തന്നതായിട്ട് ഒന്നുമില്ല. There is nothing apart from what God gave to me. ആകാശമേ കേൾക്ക്. Heaven, listen. ഭൂമിയെ ചെവിടാ. Earth, listen to me. ഞാൻ എന്റെ മക്കളെ പ്രത്യേക സ്നേഹിച്ച് അവരെ വേർതിരിച്ച് ഞാൻ അവരെ അനുഗ്രഹിച്ച് ഞാനാ. I love my children, I separated them, I have blessed them. പക്ഷേ But അവരെന്നോട് മത്സരിക്കും. they are rebelling against me. Why, Pastor? Are we ദൈവ rebelling against me? കൽപ്പനകളെയും ദൈവ വഴികളെയും നീ ഒരു സ്വല്പം മാറുമ്പോ ആരോടാ മത്സരിക്കുന്നത്? And if you are moving away from the commandments of God, whom you are rebelling against? നിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്കും നിന്റെ ജഡത്തിന്റെ താല്പര്യങ്ങൾക്കും വേണ്ടി നിന്റെ മനസ്സ് മാറുമ്പോൾ മത്സരിക്കുന്നത് ആരോടാണെന്നറിയാമോ? നിന്റെ ഉടയവനോടാണ്. And if your mind is converted towards the desires of your flesh, you are rebelling against the Lord who created you. ഹല്ലേലൂയ. അടുത്ത വാക്ക്. കാള തന്നെ ഉടയവന്. The ox knows his honor. മൃഗങ്ങളാണ് നമ്മൾ വിവേകമില്ലെന്നും കാരണമില്ലെന്നും ഒക്കെ പറഞ്ഞാലും ഇന്നലെ തന്നെ മാക്സ് ഇവിടെ നമ്മളതാണ് ഞങ്ങളുടെ മാക്സ് പോകുമ്പോൾ അവൻ പുറകിലോട്ട് പോവുകയാണ്. അവനോട് പാനാട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കസേര നോ അകത്ത് വാ. ഉടനെ അവൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് അവനെ നോക്കി യാത്ര അയച്ചിട്ട് മൃഗത്തിന് പോലും മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് വിവേകമില്ലെന്ന് പറയുന്ന മൃഗം. Animals say that they don't have any wisdom. നമ്മൾ കഴുതേക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് കഴിവില്ലാത്ത വിവേകമില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരു മൃഗത്തോട് ഉപമിക്കുമ്പോ ഈ മൃഗത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് അതിന് തന്റെ ഉടയവനെ അറിയാം. We normally call some people who are having less intellect, say we call them donkey. But God talking about this animals whom we say there is no wisdom, they even hear to the master. Hallelujah. Amen. നിങ്ങൾക്കറിയാം? Do you know? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉടയവനെ? Do you know your honor? അവന്റെ നിയമങ്ങളെ, You know his commands. അവന്റെ വചനങ്ങളെ, You know his verses. ഹല്ലേലൂയ. Hallelujah. അതിന്റെ വാക്യം കേട്ടോ. You heard the word? അതിന്റെ ഉടയവനെ Ox knows his honor. നീ വെറുതെ കേട്ടിട്ട് പോകരുത്. You should not just വചനത്തിന്റെ മുമ്പിൽ നീ എങ്ങനെ ഇരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്റെ ഫ്യൂച്ചർ, ഇനിയുള്ള കാര്യം, നിന്റെ തലമുറയുടെ കാര്യം, നിന്റെ വിഷയം വെളിപ്പെടാൻ പോകുന്നത്. ഒറ്റ പ്രവചനത്തിന് മാത്രം കഴിയുന്നില്ല. And you should not take it lightly. However, you are receiving the word that will determine your future, your children's future, and whatever which is going to happen to you. കാളവന്റെ ഉടയവനെ, And the ox knows his honor, കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയാണ്. and the donkey its master's crib. ഞാനിപ്പം തിരുവനന്തപുരത്ത് പോയി ഫാമിലി It's a family from Gulf and Passover. രണ്ട് ആമ്പിള്ളേർ. They have two male children. കുടുംബക്ഷത്തെ ഉള്ളൊരു വീഡിയോ പറഞ്ഞു എനിക്ക് 2-3 പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോട് പറഞ്ഞു എന്നോടൊന്ന് പറയാണ്
ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് പാസ്റ്റർ പറയുക. ഞാൻ എന്താ പറയുക? They came to pastor and said that you pray for this children and say something. അതേ പ്രാവശ്യം അടുത്ത പാസ്റ്റർ പറയുന്നത് വിശ്വാസം എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുന്നു. Everyone actually was laughing and everyone asking pastor to pray, and he was also laughing. അപ്പൊ എന്തോ പറഞ്ഞു തുടങ്ങി. And pastor started something. എവരോട് പറഞ്ഞു, നീ ഒരു പെൺകുട്ടി നിന്റെ പുറകെ നിന്ന് അനുഗമിക്കുന്നു ഉടനെ. And pastor said that there is one girl actually who is following you, and everyone started saying, yeah, I accept. പിന്നെ അവന്റെ അമ്മ പറയാം, And his mother says is correct, and he is rebelling against that family. ഞാൻ നിന്നെ ഒരു ഉന്നത നിലയിൽ എത്തേണ്ടത്. And pastor said God wants to make you in a very good position, and you are supposed to be in a very high position. നിന്റെ റൂട്ടിനെ മാറ്റി. But your route is changed, അവൻ നിന്നെ തകർത്തില്ല. and it's really that to destroy you. അവസാനം അവന്റെ തലയിൽ കൈ വെച്ചു. After the last pastor laid his hand, കേൾക്കണോ? he came to, എവന്റെ ശക്തി കൊടുക്കുന്നത് വേറൊരു ശക്തിയാണ്. and the one who gives power was a demonic power. അവന്റെ പറഞ്ഞു, നിനക്ക് നിന്റെ ശക്തി അല്ലല്ലോ ഇത്, വേറൊരു ശക്തിയാണ്. എന്നാൽ അമ്മ പറയാം, അതേ മാസം ആ ശക്തിയാണ് എന്നോട് പൊരുതുന്നത്. And his mother said that with that demonic power he is rebelling and fighting against ഞാൻ me. അവന് വ്യാപരിച്ച ശക്തി break ചെയ്തു. And I prayed and break that power, demonic power which is prevailing upon that son. And he started kneeling down his head and started crying. നിന്നെ കരയിപ്പിക്കാത്ത, നിന്നെ തല പൊക്കി വെച്ചേക്കുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് വേറെ സ്പിരിറ്റാ. അത് തഴുമ്പോ നിന്റെ കണ്ണ് നിറയും. The Holy Spirit of power, ആത്മസാന്നിധ്യം നിന്നിലേക്ക് വരും. ഇന്ന് രാവിലെ ദൈവശക്തിയാണ് ഞാൻ വിളിക്കുന്നത്. മത്സരമുള്ള ഹൃദയത്തിനല്ല ദൈവശക്തി. ആളിന്റെ പെരുപ്പം കൂട്ടിയത് കൊണ്ടല്ല ചർച്ച വലിയ എന്ന് പറയുന്നത്. Spiritual growth. A church will not be called as a big church. It's not because of the number of people attend the church, but the people's spiritual growth. That's what really counts. അത് നമ്മുടെ നിങ്ങളുടെ ഭാഷ ലോകത്തെല്ലാവരും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. Someone 60,000 പേര്. Someone asked pastor for prayer. 60,000 people are there. Pastor asking, he's a very famous person. Why are you calling me to pray? ഇപ്പൊ ഒരു ആന്റി എടുത്തോണ്ട് അത് വരുന്നത് പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് എനിക്ക് കൃപാവര വേണം. ഞാൻ നിങ്ങളുടെ പാസ്റ്ററാ. അദ്ദേഹം ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ഈ ലോകത്തെ ഒരു ചെറിയ മനുഷ്യൻ, അദ്ദേഹം വലിയ മനുഷ്യൻ. And then I called us actually pastor to pray for a gift from God. Pastor asked whom who's your pastor? There's a pastor in Kerala. Pastor asked go and pray with him. എന്തായാലും പോകുന്നതിനെ കൊണ്ട് എനിക്ക് കൃപാവരം വേണമെന്ന് പറഞ്ഞില്ല. അതിനെ കൊണ്ട് കാര്യം ശരിയായി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കൂടി അങ്ങോട്ട് റേഡിയോയിൽ എന്റെ അടുത്ത് സംസാരിക്കുന്ന സമയമില്ല. ഒരു കൈയിലേക്ക് നടത്തിയിരിക്കുന്നത് ഓരോരുത്തരും മത്സരിക്കുന്ന ദൈവത്തോട് ആവശ്യമുള്ള നമുക്ക് ശക്തി തരുന്നത് ആരാണ്? മത്സരിപ്പിക്കുന്ന ശക്തി, മത്സരിപ്പിക്കുന്ന ശക്തി ദൈവത്തിനല്ല. വചനം കേൾക്കുമ്പോൾ അകത്തൊരു പിടുത്തം. പിശാചാണ്, പിശാചാണ്. നിനക്ക് അനുതാപമില്ലാത്ത ഹൃദയം കരുതുന്ന പിശാചാണ്. മനസ്സറിയില്ലാത്തത് പിശാചാണ്. പ്രായച്ചിത്തമില്ലാത്തത് പിശാചിക ശക്തിയാണ്. അനുതാപമില്ലാത്തത് പൈശാചികമാണ്. Unrepentance, it's from Satan. If you're rebelling against the word of God, it's from Satan. You should realize that and repent. ഇസ്രായേൽ പറയുന്നത് എന്റെ ജനം കേൾക്കുന്നത് ആരെ അന്വേഷിക്കുന്നില്ലെന്ന്. ദൈവത്തെ സൃഷ്ടിച്ചവനെ അന്വേഷിക്കുന്നില്ല, അനുഗ്രഹിച്ചവനെ അന്വേഷിക്കുന്നില്ല. But Israel does not know. My people does not know. Allah's sinful nation, a people laden with iniquity, a brood of evildoers, വഷളായി നടക്കുന്ന മക്കൾ,
children who are corrupters. വിളിച്ച് വേർതിരിച്ച് സ്വന്തം ഇനമാക്കി മാറ്റിയ ജനത്തെ കുറിച്ച് ഇപ്പോൾ പറയുന്ന പരിശുദ്ധ പാപം, Sin, അകത്യവാദം ചുമക്കുന്നതിനും people with iniquity, മക്കൾ, rule of evildoers, മക്കളായി നടക്കുന്ന മക്കൾ corruptors, children who are corrupters. യഹോവയെ ഉപേക്ഷിച്ചു. They forsaken the Lord. അവനെ അന്വേഷിക്കുന്ന സമയം, They don't have time to seek Him. വചനം അന്വേഷിക്കുന്ന സമയം, They don't have time to seek the word. പ്രാർത്ഥിക്കുന്ന സമയം, They don't have time to go to prayer. ആരാധിക്കുന്ന സമയം, They don't have time to worship. പ്രാർത്ഥിക്കുന്ന They സമയം, don't have time to pray. ദൈവജനമായി കൂട്ടായിരിക്കുന്ന സമയം, They don't have time to fellowship. ഉപവസിക്കാൻ സമയമില്ല. Children of God. No time for fasting and prayer. അടുത്ത ഹോട്ടൽ പുതിയ എവിടെ വന്നെന്ന് അന്വേഷിക്കും. And they're seeking where is the new hotel which came near. എവിടെ ഇനി പോകണമെന്ന് അന്വേഷിക്കും. They're thinking where should we go? No nation. അവിടെ അന്വേഷണം വേറെ. They seek different things. ഇത് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നുള്ളൂ. How should I seek more pleasure? That's wrong. Amen. വലിയ പാപമാണ്. That's a big sin. അല്ലെങ്കിൽ നീ അന്വേഷിക്കേണ്ടത് There's one whom you should seek. കാണുമ്പോൾ അന്വേഷിക്കണം. പലപ്പോഴും ഒന്ന് അന്വേഷിക്കണം. എന്നും അന്വേഷിക്കേണ്ടത്. And because that sometimes you come and seek, you should seek Him daily. എന്നും അന്വേഷിക്കണം. You should seek Him daily. എപ്പോഴും അന്വേഷിക്കണം. You should seek every time. That is Jesus Christ. അവനെ അന്വേഷിച്ചു. You should seek Jesus Christ. അത്യാവശ്യ ഘട്ടത്തിലല്ല അന്വേഷിക്കേണ്ടത്. It's not that you should seek Him for a time of emergency. അവരുടെ ഡോക്ടർമാരെ കൈവിടുമ്പോഴാണ് അന്വേഷിക്കേണ്ടത്. You should not seek Him when doctors forsake you. അവരുമായി ഒരു അടുത്ത ബന്ധമുണ്ടായിരിക്കും. We should have a close relationship with നിന്റെ Jesus ബലം Christ. ക്ഷയിക്കുമ്പോഴല്ല നീ അന്വേഷിക്കേണ്ടത്. It's not the time when your strength is weakened, you should seek Him. Hallelujah. 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 Oh, give us our shakaya. Remember Roman Orthodox. Hallelujah. Hallelujah. Remember the Orthodox. Hallelujah. Chandromi Orthodox. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആരോ എന്നെടുത്തു ഒരു ക്യാൻസറിനെ കുറിച്ച് പറയാൻ. Someone said about cancer the other day. പെട്ടെന്ന് ഡോക്ടർ പറയും. Doctor saying പെട്ടെന്നാണ് പറയുന്നത്. and doctor saying ഞെട്ടിപ്പോയി. and they were പെട്ടെന്നാണ് ഡോക്ടർ പറയുന്നത് ക്യാൻസർ. and all of a sudden doctor says ഞാൻ it's ക്യാൻസർ cancer. ഓർക്കാൻ ശ്രമിക്കുക. As we were trying to remember who it was. Yes. ആലുവയിലുള്ള ഒരു Brother from Alabar. വയറിന് ചെറിയ വേദനയായിട്ട് വന്നതാണ്. And they came to check up for a small pain in the stomach. It's a 4-stage cancer. നിങ്ങളൊക്കെ നിൽക്കുകയാണ് ദൈവമക്കളെ. We all are standing in the God. ഞാൻ നിങ്ങളൊക്കെ കൃപയിലൊക്കെ നിൽക്കുക. We all are standing in the grace of God. Hallelujah. Amen. Hallelujah. രാവിലെ കേട്ട വചനത്തിൽ എല്ലാ കുട്ടികളും യേശുവിനെ അന്വേഷിക്കും. Because of the word of God we heard more than anything else. ഏത് സാഹചര്യത്തിലും എനിക്ക് യേശു മതി. In each and every situation, Jesus Christ, you are enough. യേശുവിനെ വിട്ട് എനിക്കൊന്നും വേണ്ട. I don't need anything else apart from you, Lord ഞാൻ Jesus. ഇന്നുമുതൽ അവനെ കൂടുതൽ അന്വേഷിക്കും. From now on, I will start seeking you. അവന്റെ more. സാന്നിധ്യം കൂടുതൽ അറിയണം. I would like to know more of your presence. Hallelujah. Hallelujah. എത്ര പേർക്ക് ആഗ്രഹം? How many to decide? കൂടുതൽ എന്റെ കർത്താവേ, Hallelujah. More of you, Lord. എനിക്ക് യേശുവിനെ അധികമായി I സ്നേഹിക്കുന്നു. would like to love more of you, Lord Jesus. എനിക്ക് അവനെ കൂടുതൽ I would like to know more of you. Holy name of Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. കർത്താവേ, ആ ഭംഗിയെ
വാഴ്ത്തുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഇന്ന് കാലം ഞങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ശുശ്രൂഷകൾ ചെയ്ത് നിന്റെ മക്കളെ എല്ലാം നീ ഓരോരുത്തരെയും ആളാപ്രതിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ അനുഭവിച്ചവരായ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും കർത്താവേ നീ അനുഗ്രഹിച്ച് ശക്തിയോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിന് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ തിരുമേനി കൃപ ചെയ്യണമേ. നിന്റെ നാമത്തെ തുടർപടിയോട് മാറ്റപ്പെടുത്തണമേ. നിന്റെ നാമത്തെ ഉയർത്തുമാറാകണമേ. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവര് ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവേ. അങ്ങനെയുള്ളവരെ നീ തൊടുമാറാകണമേ. സൗഖ്യം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും ആരോഗ്യമുള്ളവരായി അവർ തുടർന്ന് നിന്നെ സ്തുതിച്ച് മാറ്റപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളെ വീണ്ടും നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തിരിച്ചു കാണും വരെയും ഞങ്ങൾ ഇനിയും ഒന്നിച്ചു ചേരുന്നത് വരെയും നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ മരുഭൂമി യാത്രയില് ഈ ദുഷ്ടലോകത്തില് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ ആത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളോട് കൂടെ ഇരുന്ന് അത് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. തിരുനാമത്തെ ബോധപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സഹവാസവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും